പ്രിയപ്പെട്ട വാരാഹി അമ്മ ഭക്തരെ, ഞാനും വാരാഹി ഭക്തരാണ്. എനിക്കിന്നൊരു അനുഭവം ഉണ്ടായി. ഞാൻ രാവിലെ ശരിക്കും ഒരു 5:30 ആയപ്പോൾ കണിച്ചുമങ്ങര ദേവീക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനത്തിന് പോകാറുണ്ട്. ഞാൻ അവിടുന്ന് പോയിട്ട് അവിടുന്ന് നേരെ വരുന്നത് വാരാഹി അമ്പലത്തിൽ കയറി തൊഴുത് വക്രശ്ശേരി അമ്മനെ കണ്ടിട്ടാണ് വീട്ടിലോട്ട് മടങ്ങാറ്. അപ്പോൾ എല്ലാ ദിവസവും ഏകദേശം 5:30 ആകുമ്പോൾ വാരാഹി അമ്പലത്തിലെത്താറുണ്ട്. ഇന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് തൊട്ട് പറ്റേ വെച്ചിട്ട് അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീല് ശരിക്കും മാറ്റുന്നുണ്ട്. അതായത് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഇത് എത്രത്തോളം ആൾക്കാർ ഏത് രീതിയിൽ എടുക്കും, എങ്ങനെ വിശ്വസിക്കും എന്ന് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോണി ചേച്ചിയുടെ മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇപ്പോൾ അത് പറയാമെന്ന് വെച്ചത്. കാരണം ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു കുട്ടി, അത് കൊച്ചാണ്, ആണോ പെണ്ണോ എന്നുള്ള ഇതല്ല, ഒരു കൊച്ചാണ്. ഏത് കളർ ഡ്രസ്സും അല്ല, ശരിക്കും നല്ല വെളുത്തിട്ടൊരു കൊച്ച് ഗേറ്റെ പിടിച്ച് നിൽപ്പുണ്ട്. പെട്ടെന്ന് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ടപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ വിളക്കെത്തിക്കാൻ വന്ന അച്ഛനും അമ്മയും കൂടെ കാണും. ഈ കൊച്ചി 5:30 മണിക്ക് ഈ കൊച്ചി നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനൊരു ഇതുണ്ടാവില്ല. കാരണം ഞാൻ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തു നിന്നുണ്ട്. ചേച്ചി ഞാൻ അകത്ത് കയറാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു, നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് അകത്ത് തലയിട്ടിങ്ങനെ ചുറ്റുവട്ടം മൊത്തം നോക്കിയപ്പോഴത്തേക്ക് ഈ കുട്ടീനെയും കാണുന്നില്ല. അകത്ത് കയറി നോക്കാമെന്നും കൊണ്ട് ഗേറ്റ് തുറക്കുമ്പോൾ ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കണ്ണ് നിറയണം, നിലവിളിക്കാൻ വരുന്ന, കൈ കാലൊക്കെ മൊത്തം ഇങ്ങനായിട്ട് ഇങ്ങനെ രോമാഞ്ചം കൊള്ളുമെന്ന് പറയില്ല, അതിനേക്കാളും വേറൊരു അവസ്ഥ. കാല് ഒക്കെ ഇങ്ങനെ മരച്ചിട്ട് ഞാൻ ശരിക്കും ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് പേടിയൊന്നുമല്ല തോന്നിയത് ആ സമയത്ത്. വല്ലാത്തൊരു ഫീൽ, അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ശരിക്കും നന്നായിട്ട് കണ്ടൊരു കുഞ്ഞ് അവിടെ നിന്ന് ഗേറ്റ് ഇങ്ങനെ അകത്ത് നിൽക്കുക. കുഞ്ഞ് എന്നിട്ട് പിടിച്ച്, തീരെ കുഞ്ഞല്ല, എന്നാലും അത്യാവശ്യം ഒരു കൊച്ചാണെന്ന് മനസ്സിലാകുന്നൊരു രൂപം, എന്നിട്ട് ഗേറ്റ് പിടിച്ച് നിന്നിട്ട് അകത്തോട്ട് ഇങ്ങനെ വിളിക്കുന്ന പോലെ നേരെ അകത്തോട്ട് കയറി പോയിട്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ കീഴ്പോട്ട് ഉരുകിപ്പോകുന്ന പോലെ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ വല്ലാത്തൊരു നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുന്നു. കാതിനകത്തും തലക്കകത്തൊക്കെ വല്ലാത്തൊരു ഫീലുണ്ട്. പിന്നെ എനിക്ക് ദേവീനെ വിളിച്ച് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എനിക്ക് അപ്പുറത്ത് നടന്നിട്ട് പോകാൻ കാല് പൊങ്ങുന്നില്ല. ഇങ്ങനെ വല്ലാത്തൊരു ആഴ്ന്ന് നിൽക്കുന്ന പോലൊരു ഫീല്. കുറച്ച് നേരം നിന്ന് കണ്ണ് നിറഞ്ഞു പോയി, അതുപോലൊരവസ്ഥ. പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ സൗണ്ട് കേട്ടു. അതിനുശേഷം എനിക്ക് തെക്കേ നടയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയത്. എന്നിട്ടും എനിക്ക് വിശ്വാസം വരാണ്ട് കുറച്ച് സമയം അവിടെ നിന്നു, ഇനി ആരെങ്കിലും അകത്തുണ്ടോ എന്നറിയാൻ വേണ്ടി. ഒരുപാട് സമയം നിന്നിട്ടും, ഒരു 5-10 മിനിറ്റോളം അവിടെ നിന്നിട്ടും ഒരു മനുഷ്യനും അവിടെ ഇല്ല. ഞാൻ സാധാരണ അകത്ത് കയറി വിളക്കിട്ടിട്ടാണ് പോയിരുന്നത്. ഇന്ന് അതിനുപോലും എനിക്ക് പറ്റിയില്ല. ഞാൻ പുറത്തുനിന്ന് തൊഴുതിട്ട് ഒരു വിധത്തിന് ഞാൻ പോരുകയാണ് ചെയ്തത്. എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം എനിക്കിത് പറയാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ടത് എങ്ങനെ എടുക്കും, വിശ്വസിക്കുമോ ഇല്ല എന്നുള്ളൊരു ഇത്. അങ്ങനെ വൈഫ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവളൊക്കെ തന്നെ സോണിച്ചിച്ച് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറയണ്ട, നമുക്കൊരനുഭവമില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് തൊട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മളിങ്ങനെല്ലാം ഞാനിങ്ങനെ ക്ഷേത്രങ്ങളിൽ രാവിലെ നിർമ്മാല്യം തൊഴുത് പോകുന്നുണ്ട്, മനസ്സിലാകാൻ വേണ്ടിക്ക് പോകും. ചിലപ്പോൾ ഇവിടെ കൊക്ലാശ്ശേരിലും പോകും, ശനിയാഴ്ച ദിവസം ചിലപ്പോൾ മാരക്കുളത്തും പോകും. വാരാഹി അമ്മയെ കുറിച്ച് കേട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. എന്നോട് ശങ്കരൻ ചേട്ടൻ പറയാറുണ്ട്, എങ്കിലും ഞാൻ വാദിക്കും തൊഴുത് പോരുന്നല്ലാതെ പോകത്തില്ല. എനിക്കതിനെക്കുറിച്ച് വലിയത് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഇതിലൊക്കെ വന്ന് പിന്നെ ഒരു ദിവസം ശങ്കരനെ കാണാൻ ചെന്നപ്പോൾ ശങ്കരൻ്റെ മോള് കാവ്യ എന്നെയും വൈഫിനെയും കൂടെ അവിടെ കൊണ്ടുപോയി അകത്ത് കയറി തൊഴ. എൻ്റെ വിശ്വാസം ശരിക്കും ഇത് കുടുംബ ക്ഷേത്രമാണെന്നും അകത്ത് കയറാൻ പാടില്ല എന്നുള്ളൊക്കെ ഒരു ഇത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ആർക്കും കയറാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ മറ്റുള്ള ഓരോരുത്തർ കൊണ്ട അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും നിർമ്മാല്യം തൊഴുതിട്ട് അവിടെ വന്ന് തൊഴാറുണ്ട്. പിന്നെ പറ്റുന്ന ദിവസം വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, എനിക്ക് പോസിറ്റീവായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇനി രാവിലെ പോയി തൊഴുതുകൊണ്ടായിരിക്കും, വൈകുന്നേരം പോയി തൊഴാം, വൈകുന്നേരം പ്രാർത്ഥിക്കാം എന്നൊക്കെ വൈഫിനോട് പറയുകയും ചെയ്തു. ഇപ്പോൾ ഒരു അവിശ്വാസമല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി ഇന്നലെ. ഇനി അതുകൊണ്ട് എൻ്റെ മുന്നിൽ കണ്ട് ഞാനുണ്ടെന്ന് കാണിക്കാൻ വന്നതാണെന്ന് തോന്നിപ്പോയി എനിക്ക്. അത്രയ്ക്ക് ഫീൽ എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ കാഴ്ച എന്ന് വെച്ചാൽ അതുപോലെ ഇരുന്ന് ഇങ്ങനെ ഗേറ്റിനകത്ത് കൈ പിടിച്ച് നിന്നിട്ട് അകത്തോട്ട് പോയി, പിന്നെ ആളെ കാണുന്നില്ല. അപ്പോഴും എനിക്ക് പേടിയല്ല തോന്നി, അകത്ത് ആളുണ്ട്, കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ഉണ്ടാകും എന്ന് വിചാരിച്ച് 2-3 മിനിറ്റ് നിന്നതിന് ശേഷമാണ് ഞാൻ
ഗേറ്റ് തുറന്നകത്ത് നോക്കുമ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കണതാണെന്ന്. ഞാനപ്പോൾ തന്നെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്ത് പറയാനൊന്നുമുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു. അത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വാരാഹ്യം.